എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയ ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ്. മാങ്ങ ചേർത്താണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഏതുതരം മീൻ കൊണ്ടും ഈ മീൻ കറി വയ്ക്കാം. ഞാനിതുപോലെ ചെറിയ പീസുകളായി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് ഒരു മാങ്ങയാണ്. ഇത് അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. തോല് കളഞ്ഞ് ചെറുതായി മുറിച്ചെടുക്കാം. മാങ്ങ ഇതുപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇടാം. ഉലുവ നന്നായി ചോക്കുമ്പോൾ സവാള, 2 തണ്ട് കറിവേപ്പില, ചെറുതായി മുറിച്ച കുറച്ച് ഇഞ്ചി, സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി എടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് കൂടി ഇടാം. സവാള ചെറുതായി ചോക്കുന്നവരെ വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ചോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് തക്കാളി ഇടാം. കുറച്ച് വലിപ്പമുള്ളൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി വേവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിക്ക് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ഇടാം. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, ഇത് ചെറിയ ജീരകപ്പൊടിയാണ്. പിന്നെ ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ വറുത്ത മല്ലിപ്പൊടി. മസാലകളുടെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് മാങ്ങയും ചേർക്കാം. ഈ കറിയിലേക്ക് വേറെ പുളിയൊന്നും ചേർക്കുന്നില്ല. മാങ്ങയുടെ പുളി തന്നെ ഉണ്ടാകും. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ മീൻ കഷ്ണങ്ങളും ചേർക്കാം. കറിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർക്കാം. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് മീൻ കഷ്ണങ്ങളും ഇടാം. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ബാക്കിയുള്ള കഷ്ണങ്ങൾ കൂടി ഇടാം. അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കാം. മാങ്ങയും കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടി ചേർക്കാം. ചെറുതായി തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തിളച്ചിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുക്കുമ്പോൾ ഗ്രേവി കുറച്ച് കുറുകും. ഇനി ഇതിലേക്ക് താളിച്ചിടാം. സവാള ചെറിയുള്ളി ഏത് വേണമെങ്കിലും താളിക്കാം.
കൂടെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. വളരെ ടേസ്റ്റിയായ മാങ്ങ ചേർത്തുണ്ടാക്കിയ മീൻകറി റെഡി ആയിട്ടുണ്ട്. ചോറിന്, ചപ്പാത്തിക്ക്, ദോശ, വെള്ളപ്പം, പുട്ട് അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.